പിതാവ് എന്ന് പറയുന്നത് അത്ര കണ്ട ആരോഗ്യ ദൃഢകാലത്തൊന്നും അല്ല. അദ്ദേഹത്തിനും ചില ശാരീരിക അല്ലേ ഈ അബ്ദുറഹിമാൻക്ക് അത്ര വലിയ ശാരീരിക പ്രകൃതിയുള്ള ആളല്ല. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, ഇതൊക്കെ തരണം ചെയ്തു പോകുന്ന ഒരാളാണ്. ഇവിടെ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നിങ്ങളും ചിലപ്പോൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു അർത്ഥത്തിലേക്കൊക്കെ പോകുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു. ഇവന് പല സമയത്തായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്താണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടി തന്നെ നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ ഇവൻ ഭീഷണിപ്പെടുത്തി. നേരത്തെ ഇവനായിട്ടൊരു ലെവലുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ടായിരിക്കും ആ വിവാഹം തകരാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടി 4 മാസത്തോളമായി ഈ വീട്ടിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇപ്പോൾ 4 മാസമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പം തിരികെ കൊണ്ടുപോകാൻ ഇയാൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ഒരു പക്ഷേ ആ കൊണ്ടുപോകാൻ പറഞ്ഞു വന്നതായിരിക്കും എന്ന്. നേരത്തെ ഒരു 2 മണി സമയത്തൊക്കെ ഇവിടെ ഉണ്ട് ആള്. അപ്പോൾ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. എൻ്റെ മകൻ കണ്ടിരുന്നു. അപ്പോഴൊന്നും ഇയാൾക്ക് മറ്റേ നമുക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ വീട്ടിലെന്ന് പറഞ്ഞ് ഒരു കടയിലേക്ക് വന്ന സമയത്താണ് പുറത്തുനിന്ന് കാണുന്നത്. അപ്പോൾ ഈ ആഷിഖ് എന്ന് പറഞ്ഞ ഈ പയ്യൻ, പിന്നെ യാസർ എന്നൊരു പയ്യന് സിഗരറ്റ് വലിച്ചുകൊണ്ട് പോവാണ് വണ്ടിയിൽ, ബൈക്ക് ഓടിച്ചുകൊണ്ട്. ആ സമയത്ത് ബൈക്കിലായിരുന്നു, ആക്റ്റീവയിലായിരുന്നു. ആ സമയത്ത് ബൈക്കിലാണ് വന്നത്. പിന്നീട് നിശ്ചയിച്ച് ഉറപ്പിച്ചായിരിക്കണം ഒരു പക്ഷേ കാറിൽ വന്നത്. ഇവിടെ നിന്ന് പറഞ്ഞു പോയതെന്നാണ് പറയുന്നത്. പിന്നെ 6 മണിക്ക് ശേഷം വീട്ടിൽ വരുന്നു. ഒരു പക്ഷേ ഇവർ കരുതിയിട്ടുണ്ടാവും ഇവളെ കൂട്ടിക്കൊണ്ടാകാൻ വരുമായിരുന്നുള്ള ധാരണയിലായിരിക്കും ഇവർ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് പിന്നെ വിളിച്ചിറക്കിയാണ് കൃത്യം നിർവഹിച്ചത്. വിനിത ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബം എന്ന് പറയുന്നത് അത്ര കണ്ട ഫിനാൻഷ്യലി ഒന്നും സൗണ്ട് ആയിട്ടുള്ളൊരു കുടുംബവും കൂടിയല്ല. ഒരു പക്ഷേ യാസറിനെ സംബന്ധിച്ച ഷിബിലയെ മടക്കി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനപ്പുറത്ത് ഒരു പ്രതികാര ബുദ്ധി അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രത്തോളം ക്രൂരമായ ഒരു കൃത്യം നിറവേറ്റണമെങ്കിൽ, അത് നിർവഹിക്കണമെങ്കിൽ, അതും ഇതുപോലെ ജനനിബിഡമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് വന്ന അങ്ങനെ കൃത്യം നടത്തി തിരികെ പോകണമെങ്കിൽ അയാളുടെ ഒരു മനോനില ആ നിലയ്ക്ക് തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇനിയിപ്പോൾ ഈ കാര്യത്തിലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യം നടത്തുന്ന തരത്തിലേക്ക് അയാൾ മാറിയിട്ടുള്ളത്, അയാളുടെ പ്രതികാരം എന്തിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അതിലായിരിക്കും കൂടുതൽ ഒരു വ്യക്തത വരിക. അത് കേവലം പ്രതികാരമായിരുന്നു, അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട് സ്വബോധത്താലല്ലാതെ ചെയ്തു കൂട്ടിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത ആ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും. വിനീത, ദീപക്, ഈ പ്രദേശവാസികൾ ബന്ധുക്കളൊക്കെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഷിബിലയ്ക്ക് കൃത്യമായ ഭയമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ എന്നതാണ്. യാസിർ തന്നെ ആക്രമിക്കുമോ എന്നവർ ഭയപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ കുടുംബ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകളൊക്കെ തന്നെ ആ ചിന്തയിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തിരിക്കാം. ആ ഒരു ഇൻസെക്യൂരിറ്റി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ പരാതി നൽകിയത്. മാത്രമല്ല ആഷിഖ് സ്വന്തം ഉമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതും അതിന് പിന്നാലെ അയാളുടെ മൊഴിയും ഒക്കെ വന്നത് ഇവരെ തീർച്ചയായും ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. നേരത്തെ ദീപക് പറഞ്ഞതുപോലെ തന്നെ ഏതായാലും ഈ യാസിറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ഇത് ലഹരി സംഘങ്ങളിലേക്ക് എത്തുന്നതിന് കൂടി സഹായകരമാകുമോ എന്നതാണ് ചോദ്യം. കാരണം ആഷിഖിന്റെ കൊലപാതകത്തിന് പിന്നാലെ നിരവധി പരിശോധനകളൊക്കെ, ആഷിഖ് സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആ പ്രദേശങ്ങളിൽ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ കാര്യമായ ഫലം അതിനുണ്ടായില്ല എന്നതുകൂടിയല്ലേ ഇന്നത്തെ സംഭവം വ്യക്തമാക്കുന്നത്. എപ്പോഴും ലഹരി പിടിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ്. അത് ഏറ്റവും താഴെ കണ്ണിയിൽ നിന്ന് മാത്രം അത് പിടിച്ചെടുക്കുകയും അതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഈ ഒരു മേഖലയിലേക്ക് വളരെ കണക്ടിവിറ്റി കൂടുതലാണ്. കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തുമ്പോൾ കണക്ടിവിറ്റി ഏറെ കൂടുതലാണ് എന്നുള്ള ഒരു മേഖല കൂടിയാണ് ഈ താമരശ്ശേരി അല്ലെങ്കിൽ പുതുപ്പാടി ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളെ സംബന്ധിച്ച് അവരിലേക്ക് ലഹരി എത്താൻ അല്ലേ ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ വരാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അതെ അതെ, അതിർത്തി പ്രദേശം ആയതുകൊണ്ടാണ് കൂടുതൽ ഈ മയക്കുമരുന്നൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഉള്ള ജനകീയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ലഹരിക്കെതിരെ പോരാടിയിട്ടും ഒന്നും നടക്കുന്നില്ല. എല്ലാവരും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും നിഷ്ക്രിയത്വമാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുണ്ടായപ്പോൾ തന്നെ പോലീസിന് ഇതിൻ്റെ ഒപ്പമുള്ള ആൾക്കാരെയും കൂടെ, ഈ മറ്റേ പയ്യൻ്റെ ഒപ്പമുള്ള ആൾക്കാരെയും കൂടെ പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവരെയും കൂടെ ചോദ്യം ചെയ്യുകയും അവരെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുണ്ടാവില്ലായിരുന്നു ഇവിടെ. അതാണ് ഇങ്ങനെ തന്നെയാണ് ആളുകൾ എന്തായിട്ട് പറയാൻ വന്നേ. അല്ല, ഇത് തന്നെ പോലീസ് ശക്തമായ നടപടി എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വമാണ് എന്നാണ് നാട്ടുകാരായ ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. പോലീസ് കുറച്ചുകൂടി ഇടപെടണം ഈ കാര്യത്തിൽ. കാരണം നാട്ടുകാർക്ക് ഇതിനൊരു പരിധിയുണ്ട്. ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തമായൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഒരു വലിയ ഗ്യാങ്ങാണ് ലഹരിക്കെതിരെ ആര് പ്രതികരിക്കുന്നോ അവർക്കെതിരെ പ്രതികരിക്കാൻ
അതാണ് ഭയമാണ്. ഭയം തന്നെയാണ്, തീർച്ചയായിട്ടും ഭയം തന്നെയാണ്. മരണത്തിന് ഭയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. ഭയം തന്നെയാണ് ഇതിന് പിന്നിൽ. ഇതിപ്പോൾ ഈ ലഹരി സംഘത്തെ തടയാൻ പോകുന്നവർക്ക് ആ തിരിച്ചടികൾ പല വിധത്തിൽ കിട്ടുന്നത് നമ്മൾ പലവിധ വാർത്തകളായി കാണുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച ഭയമുണ്ട്. വലിയ കൃത്യതയുള്ള ഒരു പോലീസിങ്ങിൻ്റെ അനിവാര്യത തന്നെയാണ് നാട്ടുകാരുൾപ്പെടെ എടുത്തു പറയുന്നത്. ഒരു പരാതി നൽകിയിട്ട് ആ പരാതിയിന്മേൽ കൃത്യമായ ഒരു ഇടപെടൽ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവരൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു യാസറിലേക്ക് മാത്രം ഇത് ചുരുങ്ങുമോ എന്നുള്ളതാണ്. യാസറിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ കൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാസറിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറത്ത് അയാളിലേക്ക് എങ്ങനെ ലഹരി എത്തുന്നു, അയാൾ എങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ആഷിഖുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം, ഏതെങ്കിലും തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഈ ഒരു സംഘത്തിലേക്ക് ഉണ്ടോ, ഇയാൾക്ക് ആ അർത്ഥത്തിൽ ഏതെങ്കിലും വലിയ പിന്തുണ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ആ വ്യക്തതയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്. പക്ഷേ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ കൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നു. അതിനപ്പുറത്തേക്ക് വിശദമായ പരിശോധനകളിലേക്ക് കടക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇനി കടന്നാൽ പോലും അതിൻ്റെ റൂട്ട് എവിടെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. ആ അർത്ഥത്തിലുള്ള പ്രശ്നപരിഹാരം സാധ്യമാക്കുന്ന നിലയിലേക്ക് വിശദമായ അന്വേഷണങ്ങളിലേക്കൊക്കെ പോലീസ് കടക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും താമരശ്ശേരി പോലീസ് മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ കസ്റ്റഡിയിലാണ് യാസർ ഉള്ളത്. ഇനിയിപ്പോൾ യാസറിനെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് തിരികെ താമരശ്ശേരിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. തുടർന്നായിരിക്കും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ പോലീസ് സംഘം കടക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് ഇപ്പോൾ അല്പം മുൻപ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുന്ന സാഹചര്യം അത് ഇല്ലാതെയാക്കണം. അത് പൂർണ്ണമായും അതിൻ്റെ അടിവേര് അറുക്കുന്ന അർത്ഥത്തിലേക്ക് ഇടപെടലുകൾ ഉണ്ടാകണം. അത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും അങ്ങനെ സകല മേഖലകളിൽ നിന്നും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള പ്രയത്നം വേണം എന്നുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണ് ഇനി കണ്ടെത്തേണ്ടതും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ലഹരി മാഫിയ സംഘങ്ങൾ ഇത്തരത്തിൽ അഴിഞ്ഞാടുമ്പോഴാണ് വീണ്ടും ഒരു ദാരുണമായ കൊലപാതകം കൂടി താമരശ്ശേരിയിൽ ഉണ്ടാകുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതി യാസിറിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ഈങ്ങാപ്പുഴ സ്വദേശി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. ഇയാളിൽ നിന്നും ഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഷിബില പോലീസിൽ പരാതി നൽകിയതുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താമരശ്ശേരിയിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് യാസിർ. യാസിറും ലഹരി ഉപയോഗിക്കുന്നയാളാണ്. ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഷിബില പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ കാര്യക്ഷമമായ ഒരു ഇടപെടലും ഉണ്ടാവാത്തത് തന്നെയാണ് ഇത്തരത്തിൽ ദാരുണമായൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പ്രദേശവാസികളും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നത്. അല്പം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. കാറിൽ നിന്ന് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിപ്പോർട്ടറിൽ എക്സ്ക്ലൂസീവായി ദീപക് മലയമ്മ തുടരുന്നുണ്ട്. ദീപക്, ഈ യാസിറിന്റെ ഒരു പശ്ചാത്തലം ഒന്നുകൂടി വിവരിക്കാമോ? സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം അയാൾ മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? വിനീത, നേരത്തെ തന്നെ ഈ നാട്ടിലെ പ്രശ്നക്കാരനാണ് എന്നുള്ളത് നാട്ടുകാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അടിവാരം കഴിഞ്ഞ് 4ാം വളവ് വരുന്ന ഭാഗമുണ്ട് താമരശ്ശേരി ചുരത്തിന്റെ. ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വ്യാപാര സ്ഥാപനം അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ തുടങ്ങുകയും പിന്നീട് ഈ നാട്ടുകാരൊക്കെ ഇടപെടുകയും ചെയ്തതിന് പിന്നാലെ തന്നെ അവിടെ ലഹരി വ്യാപാരമുണ്ട് എന്നതടക്കമുള്ള ആ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതോടുകൂടി അത് അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കപ്പം ഇവിടെയുള്ള ആളുകൾ കൂടി ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്ര സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അയാളൊരു പാട്ടുകാരനൊക്കെ ഈ ഒരു മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ാണ് യാസർ എന്ന വ്യക്തിയും അതുപോലെ നമ്മുടെ ഈ ഉമ്മനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത ഫ്രണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപിച്ചിരിക്കുന്ന നമ്മുടെ പുതുപ്പാടി താമരശ്ശേരി പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്ന ഈ സിന്തഗിരിയുടെ ഇരയാണ് യാസറും അതിനെ ഭാര്യയൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി പിടിമുറക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനുമെല്ലാം വളരെയധികം ക്ഷീണമാണ്. ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇനിയും ഇവിടെ ഉണ്ടാതിരിക്കും. 3 വർഷം മുന്നേ വരെയൊക്കെ ഇയാൾ എങ്ങനെയായിരുന്നു? ഇയാളുടെ ഒരു ക്യാരക്ടർ എങ്ങനെ? അന്നൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല. അതൊരു അക്രമ സ്വഭാവങ്ങളോ ലഹരിക്കോ അടിമയൊന്നുമില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായിരുന്നു യാസർ ഇത്ര ഇതിലേക്കൊക്കെ പോയത്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഇവനെ അറിയുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മൾ തന്നെ അത് കേട്ട സമയത്ത് 1.5 മണിക്കൂർ അതോ നമ്മളൊക്കെ ഒരു പെട്ടെന്നൊരു ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്?
ഇവിടെ ഒരു ഗുൾബാറിലെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പിന് മുമ്പൊക്കെ ഇപ്പോൾ നോമ്പായാലും കൂടെ ഗുൾബാറൊക്കെ ഓഫായതിനെ കൂടെ ഇപ്പോൾ അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ നിരന്തരം ഇങ്ങനെ പീടികകളിലാണ് ഇവൻ്റെ മെയിനായിട്ടുള്ളത്. അടിവാരം കഴിഞ്ഞിട്ട് നമ്മുടെ 4-ാം വളവ് കേന്ദ്രീകരിച്ച് ഇയാൾ ഒരു കട തുടങ്ങിയിരുന്നു. അവിടെ കട തുടങ്ങിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന് അടിമയായതും. അവിടെ വിപണനം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ അബ്ബ് എന്ന് പറയുന്നത് ഈ അടിവാരം ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ. ഈശ്വരം കേന്ദ്രീകരിച്ചാണ് ഈ ലഹരിയുടെ സിന്തറ്റിക് ലഹരിയുടെ MDMA ഒക്കെ പോലുള്ളത് വരുന്നത്. പിന്നെ കട അടച്ചുകൂട്ടി നോമ്പാർക്കും അടിച്ചു കൂട്ടി അങ്ങനെ ഇതൊക്കെ ആയി വരുന്നതാണ്. പിന്നെ അവിടെ നിരന്തരമായി നാട്ടുകാരും എല്ലാവരും ഇടപെട്ട് കാര്യങ്ങളൊക്കെ ശാന്തതയിലാക്കുകയാണ്. ഇയാൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അതായത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഈ ഉമ്മയെ കൊന്ന അവൻ്റെ ഏറ്റവും അടുത്ത സ്റ്റാറ്റസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ കണ്ടത് മുതലാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് ഇവൻ്റെ ഭാര്യയുമായിട്ടൊക്കെ നിരന്തരം വിഷയമുണ്ടാവുകയും ആ വിഷയത്തിനെ തുടർന്നാണ് ഈ വീട്ടിലേക്ക് അവൾ പോരുകയും പിന്നെ അതുമായിട്ട് വിഷയം അതിരൂക്ഷമായുള്ള വിഷയങ്ങൾ തുടങ്ങുന്നത് അതിനുശേഷമാണ്. നിങ്ങൾ പറഞ്ഞില്ല അയാൾ ഒരു പാട്ടുകാരനായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. ആ സമയത്തൊന്നും ഇത്തരം ഇടപെടലുകളൊന്നും ഇല്ലല്ല. അന്നൊക്കെ നമുക്ക് നേരിട്ട് നമ്മളൊക്കെ ഓരോ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ വരികയും അന്നൊന്നും ഇങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രായത്തിൻ്റെ ഉള്ള ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ അതല്ലാതെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പോഴും നമുക്ക് നേരിട്ട് ബോധ്യമല്ല, ഇങ്ങനെ ഈ ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്ത് മാറ്റമാണ് നിങ്ങൾ അയാൾ കണ്ടിട്ട്? കാരണം നിങ്ങൾ ചെറുപ്പകാലം തൊട്ട് കാണുന്ന ഒരാളാണ്. അതെ. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക സിന്തറ്റിക്കിന് അടിമപ്പെട്ട രീതിയിലുള്ള പെട്ടെന്നുള്ള വയലൻ്റ് കാര്യങ്ങൾ പിന്നെ ഉറക്കമില്ലായ്മ ആ രീതിയിലൊക്കെ ഉള്ളത് നിരന്തരം കാണില്ല. എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഫ്ലൈ എന്ന് പറയില്ല ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെ കാണാറുണ്ട്. ഇതൊക്കെ ഫുള്ള് എൻജോയ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ രീതിയിലേക്കാണ് പോലെ. അതാണിപ്പം അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മൊത്തം എങ്ങനെയാണോ ആ രീതിയിലേക്ക് തന്നെയാണ് ഇവനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ വരുമാന മാർഗം ഈ ഒരു കാലത്ത് ഇപ്പം എന്തായാലും ഈ ഗോൾബാറിലൊക്കെ നിന്നുകൊണ്ട് നിരന്തരമുള്ള കടയിലൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അതിൻ്റെ കൂലിപ്പണിയാണ്. അതെ, കൂലിപ്പണിയാണ്. കടയിലൊക്കെ നിന്നുകൊണ്ടാണ് ഒരു സാധാരണ ഫാമിലിയാണ്. ഉപ്പയും ഇതേമാതിരി ഹോട്ടലൊക്കെ ഒരു ഭണ്ടാരിപ്പണി എടുക്കുകയും അതേമാതിരി ഒരു ജ്യേഷ്ഠന് ഗൾഫിലാണ്. പിന്നെ ഒരു ജ്യേഷ്ഠന് സാധാ ഇതേമാതിരി തന്നെ കടയിലും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് ഒരു എന്താ പറയുക ഒരു ഫാമിലി പരമായിട്ട് ഒരു പാടിയൊക്കെ ചെയ്യുന്ന ഒരു എൻജോയ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. ഇവരെയൊക്കെ ഒരു കുടുംബം നശിപ്പിച്ചത് വീണ്ടും എടുക്കുക പറയുകയാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടോ? ഒരു +2 ഒക്കെ വിദ്യാഭ്യാസം ആ രീതിയിലൊക്കെ ഉള്ളൂ. ആവറേജ് വിദ്യാഭ്യാസം കാര്യങ്ങളേ ഉള്ളൂ. ഈ കുട്ടിയെ ഇതേമാതിരി തന്നെയാണ് 18 വയസ്സുള്ളപ്പാണ് ഈ കുട്ടിയെ കാണുകയും പരിചയപ്പെടുകയും ഒരു പ്രേമമായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് എന്തില്ല വീടുമായിട്ട് വീടുമായിട്ടൊന്നും ബന്ധമല്ല ഇന്ന് ഇവർ പിന്നെ ഇതാക്കിയത്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇവരായിട്ട് ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. ഒരു ചെറിയൊരു 3 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അയാളുടെ വീട്ടിൽ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. അതെ. അയാളുടെ വീട്ടിലായിരുന്നു ഈ കുട്ടി താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇവരെ അപ്പയും ഉമ്മയൊക്കെ ഈ കുട്ടി അംഗീകരിക്കുകയും എല്ലാ ജ്യേഷ്ഠന്മാരൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്ത് ആ വീട്ടിൽ തന്നെയായിരുന്നു നിരന്തരമായി താമസം ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് അയാൾ വരുന്ന ഒരു ഘട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചു? 100%. ഒരിക്കലും പെട്ടെന്ന് ഇതൊരു നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് ഇത് കേട്ട സമയത്ത് പ്രത്യാദൃശ്യമായി ഉണ്ടാകുന്ന ഒരു സംഭവം പോലെ ഒരു ഉരുൾപൊട്ടൽ പോലൊക്കെ ഉള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവം പോലെ ഒരു പെട്ടെന്നൊരു ഷോക്ക് വന്നുപോയി. ഒരിക്കൽ പോലും ഈ യാസർ എന്നൊരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അത് ചെറുപ്പം തൊട്ട് നമ്മൾ അറിയുന്നതിനെ കൊണ്ടുള്ള എന്താണ് പറയുക ഈ ലഹരി എന്നുള്ള ഒരു തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്നത്. ഈ നാളെ ഏത് സമയത്തും ആർക്കും ഇത് സംഭവിക്കാം, ഏത് കുടുംബത്തിനും സംഭവിക്കാം തന്നെയാണ് നമ്മളൊക്കെ ഇതിനെ കൊണ്ട് നമ്മൾ ഇതൊരു മാരമായ വിപത്താണ് സമൂഹത്തിന് കാരണം ഈ ലഹരി. വിനിത, ഏവർക്കും പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. അവരൊന്നും തന്നെ ഈ അർത്ഥത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ യാസറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടാകുമെന്നോ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ കുഞ്ഞുനാൾ മുതൽ കാണുന്നയാളാണ് ഷംനാദ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു പാട്ടുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സഹൃദയൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ള നിലയിലൊക്കെ തന്നെ സജീവമായി നിന്നിട്ടുള്ള ആളാണ്. പക്ഷേ ഒരു പ്രായം കഴിയുന്ന ഘട്ടത്തിൽ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് തൻ്റെ കൂലിത്തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പോലും അത് ലഹരിക്ക് ചിലവഴിക്കുന്ന തരത്തിലേക്കൊക്കെ അയാൾ മാറിപ്പോയിട്ടുണ്ട്. അയാളുടെ ഒരു രീതികളൊക്കെ ആ അർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു ക്രൂരമായ കുറ്റകൃത്യം സംഭവിച്ചിരിക്കുന്നു. സ്വന്തം ഭാര്യയെ തന്നെ അയാൾ കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. ആ തുടർ നടപടികളിലേക്ക് കടന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്ന ആ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവ വികാസമാണ് ഇന്നിപ്പോൾ നോമ്പുതുറ കഴിയുന്ന ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ നാട് പൂർണ്ണമായും ഉള്ളത് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടിയും വരും. വിനിത.